അപ്പോൾ ഉണക്ക കൊഞ്ച് ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, നമുക്ക് വെച്ചിരിക്കുകയും ചെയ്യാം. നല്ല രുചിയും മണവും ഉള്ള ഒരു ചമ്മന്തിപ്പൊടിയായത് കേട്ടോ. അപ്പോൾ ഉണക്കക്കൊഞ്ചിൻ്റെ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കൂടുതൽ എടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉണക്കക്കൊഞ്ച് ഇത്രയേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറൊരു റെസിപ്പി കോപ്പി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന പോലെ. അത് ആരോ ഞാനൊരു മീനച്ചാറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരുന്നെന്നൊക്കെ അതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ മാത്രം, മറ്റാരും ഇല്ല, ഒരാൾ മാത്രം. ആരാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ശരി, ഞങ്ങൾ സാധാരണക്കാരാണ് കേട്ടോ, ഒരുപാട് പൈസയൊന്നും ഉള്ളവരൊന്നും അല്ല. പക്ഷേ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നതും ഫുഡിനെ നമ്മൾ ദൈവത്തിനെ പോലെ കാണുന്ന ഒരു ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് മോശമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളതൊന്നും പറയാറൊന്നും അല്ല. അങ്ങനെ മോശമൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാറുമില്ല. ആർക്കും മോശം വരാനൊന്നും ചെയ്യാറുമില്ല. പ്രത്യേകിച്ച് ഫുഡ് ഒരു വാക്കും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ ഒരു രീതി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. കൊഞ്ചായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് വറക്കാനായിട്ട്. ഇത് ചുമന്നുള്ളി നമ്മൾ ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ടു, തേങ്ങ എടുത്തു. ഇനി ഈ മുളകും കൂടെ ഇട്ടാണ് മുളകും കറിവേപ്പിലയും ഇട്ടാണ് നമ്മളിത് വറക്കാൻ പോകുന്നത്. ഈ കൊഞ്ച് ഞാൻ വൃത്തിയാക്കി കഴുകി ഉണക്കി പിന്നെയും വറുത്തിട്ട് വെച്ചിരിക്കുന്ന കൊഞ്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കണ്ട. അതുപോലെ നമ്മൾ ചമ്മന്തിപ്പൊടിക്ക് വറക്കത്തില്ല, അതുപോലെ ഒന്ന് വറക്കാം. ഐറ്റംസ് ഒന്നുകൂടെ പറയാം: കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇതുപോലെ മുളക്. കൊഞ്ച് ചമ്മന്തി ആയതുകൊണ്ട് നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസാണ് ഞാൻ ചേർക്കുന്നത്. എക്സ്ട്രാ വേണമെന്ന് ആർക്കെങ്കിലും അങ്ങനെ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ആവാട്ടോ. നമ്മളിങ്ങനെയാണ് ചെയ്യാറ്. ഇത് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച കൊഞ്ചാട്ടോ. എന്നാലും ഇതിൻ്റെ കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് വറക്കാം. നല്ല ഒരു ചമ്മന്തിപ്പൊടിയായത് നമ്മൾ ഇരുന്നോളും. നല്ല ടേസ്റ്റാണ്, നല്ല എന്താ പറയണ്ടേ, മണവും രുചിയൊക്കെ ഉള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇത് ഒരുപാട് വറക്കണ്ട, നമ്മളത് വറുത്താണല്ലോ. ഇത് പരുവായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. നമ്മൾ ഇവിടോട്ട് പുളി എടുത്തിട്ടു. ഇനി ഇതുപോലെ നമ്മൾ ഈ മുളകുണ്ടല്ലോ, മുളക് ഇതിനകത്തോട്ട് എടുത്തിടണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം. എന്നിട്ട് ഇതാണ് ആദ്യം നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. മുളകും പുളിയും ഉപ്പും കൂടെ ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന കൊഞ്ചും തേങ്ങ പിന്നെ കറിവേപ്പിലൊക്കെ ഉള്ള മിക്സ് ഉണ്ടല്ലോ, അതും ഇട്ട് പൊടിക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഫൈനായിട്ട് പൊടിക്കേണ്ട, ഒരു 2 പ്രാവശ്യം ഒന്ന് കറക്കി നോക്കണം. എന്നിട്ട് നമുക്ക് പാകത്തിനാകുമ്പോൾ എടുക്കാം. ഇതാ നമ്മളത് പൊടിച്ചെടുത്തു. ഉപ്പ് കറക്റ്റ് ചെയ്യുക. പുളിക്ക് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പുളി നമ്മൾ ആവശ്യത്തിന് ഇട്ട് വേണം പൊടിക്കാൻ. ഇനി ഇച്ചിരി ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയായിട്ട്. എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. അപ്പോൾ അതേ നമ്മൾ കൊഞ്ച് ചമ്മന്തിപ്പൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉണങ്ങിയ പാത്രത്തിലോട്ട് ഡപ്പയിലോട്ട് മാറ്റി വെച്ചിരിക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.